ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് നാളെ നടക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ T20 ലോകകപ്പ് പോരാട്ടം. എന്നാൽ ഈ മത്സരത്തിന് മഴ ഭീഷണിയായി മാറുകയാണ്. ഞായറാഴ്ച കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിന് മുന്നോടിയായി ശ്രീലങ്കൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നാളെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. അക്യു വെതർ റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച രാവിലെയും ഉച്ചയ്ക്കും കൊളംബോയിൽ 70 മുതൽ 80% വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടെ മഴയുടെ തീവ്രത കുറഞ്ഞേക്കാം എങ്കിലും ഇടയ്ക്കിടെയുള്ള മഴ കളി തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ മത്സരം വൈകിപ്പിക്കാനോ സാധ്യതയുണ്ട്. എന്നാൽ കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിലെ അത്യാധുനിക സംവിധാനങ്ങൾ ആരാധകർക്ക് ആശ്വാസം പകരുന്നതാണ്. കനത്ത മഴ പെയ്താലും മൈതാനം മുഴുവനായി മൂടാനുള്ള കവറുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് മഴ മാറിയാൽ അടുത്ത 20 മിനിറ്റിനുള്ളിൽ കളി വീണ്ടും തുടങ്ങാൻ കഴിയും. കാലാവസ്ഥയ്ക്ക് പുറമെ ടീം ഇന്ത്യയെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ആരോഗ്യസ്ഥിതിയാണ്. വയറ്റിലെ അണുബാധയെ തുടർന്ന് 2 ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന അഭിഷേകിന് നമീബിയയ്ക്കെതിരായ മത്സരം നഷ്ടമായിരുന്നു. നാളെ അഭിഷേക് കളിക്കുമോ എന്ന കാര്യത്തിൽ മെഡിക്കൽ സംഘത്തിൻ്റെ അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടുമില്ല. അഭിഷേകിൻ്റെ അഭാവത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസണാണ് ഇഷാൻ കിഷനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. 8 പന്തിൽ 22 റൺസെടുത്ത് സഞ്ജു മികച്ച തുടക്കം നൽകിയെങ്കിലും വലിയൊരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചില്ല. പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ സഞ്ജുവിന് വീണ്ടും അവസരം ലഭിക്കുമോ അതോ അഭിഷേക് തിരിച്ചെത്തുമോ എന്നാണ് ആരാധകർ നോക്കുന്നത്. പാകിസ്ഥാനെതിരായ മത്സരങ്ങളിൽ എന്നും തിളങ്ങാറുള്ള ഹാർദിക് പാണ്ഡ്യയുടെ ഫോമിലാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ. പാകിസ്ഥാനെതിരെ കളിച്ച 12 ഇന്നിംഗ്സുകളിൽ നിന്നായി 315 റൺസും 25 വിക്കറ്റുകളും ഹാർദിക് നേടിയിട്ടുണ്ട്. ഒപ്പം ഇഷാൻ കിഷൻ്റെ തകർപ്പൻ ഫോമും കൂടിയാകുമ്പോൾ അത് ഇന്ത്യക്ക് കരുത്തായി മാറും. കൊളംബോയിലെ പിച്ച് സാധാരണയായി സ്പിൻ ബൗളർമാർക്ക് അനുകൂലമാണ്. ഇന്ത്യയുടെ പ്രധാന സ്പിന്നറായ വരുൺ ചക്രവർത്തിക്കും റൺസ് വിട്ടുകൊടുക്കാത്ത അക്സർ പട്ടേലും അവിടെ തിളങ്ങുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. പാകിസ്ഥാനും ശക്തമായ സ്പിന്നരെയുണ്ട്. അബ്രാർ അഹമ്മദ്, ഉസ്മാൻ താരിഖ്, ഷദാബ് ഖാൻ, മുഹമ്മദ് നവാസ് എന്നിവരാണ് പാകിസ്ഥാൻ്റെ കരുത്ത്. അതിലേറ്റവും അപകടം വിതയ്ക്കാൻ പോകുന്നത് ഉസ്മാൻ താരിഖ് തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആക്ഷനെക്കുറിച്ച് പലതവണ പരാതികളുണ്ടായിരുന്നു. കൈ മടക്കി എറിയുന്നതും ബോള് കയ്യിൽ നിന്നും റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ വിവാദമായിരുന്നു. പാകിസ്ഥാൻ പ്രീമിയർ ലീഗിൻ്റെ 9, 10 എന്നീ സീസണുകളിലും താരിഖിൻ്റെ ബൗളിംഗ് ആക്ഷൻ ചർച്ചയായിരുന്നു. തുടർന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ കീഴിൽ ഔദ്യോഗിക പരിശോധനകൾ നടത്തി താരത്തിൻ്റെ ആക്ഷൻ നിയമവിധേയമാണെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. 30-കാരനായ താരം ICCയുടെ മാനദണ്ഡങ്ങൾ തെറ്റിച്ച് പന്ത് എറിയുന്നില്ല എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറയുന്നത്. എന്നാൽ വരാനിരിക്കുന്ന പോരാട്ടത്തിൽ തന്നെ നേരിടുക എന്നത് ഇന്ത്യക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കുമെന്നും തൻ്റെ ആക്ഷനെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ അതിൻ്റെ തെളിവാണെന്നുമാണ് ഉസ്മാൻ താരിഖ് പറയുന്നത്. അവർ എൻ്റെ ആക്ഷനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് എന്നെ നേരിടാൻ ആശങ്കയുണ്ടെന്നാണ്. എന്നാൽ ഞാനിത്തരം മാധ്യമ ചർച്ചകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ കളിയിലും പരിശീലനത്തിലും മാത്രമാണ് ശ്രദ്ധ എന്നും ഉസ്മാൻ താരിഖ് പറഞ്ഞു. നേരത്തെ കൈമുട്ടിൻ്റെ വളവ് കാരണം 2 തവണ താരിഖിൻ്റെ ആക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ICCയുടെ പരിശോധനയിൽ താരം ക്ലിയറൻസ് നേടുകയും ചെയ്തു. അമേരിക്കയ്ക്കെതിരായ തൻ്റെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ തന്നെ 3 വിക്കറ്റുകൾ വീഴ്ത്തി ഉസ്മാൻ കരുത്ത് തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ നാളെ നടക്കുന്ന മത്സരത്തിൽ ഉസ്മാൻ താരിഖിൻ്റെ ഈ മിസ്റ്ററി സ്പിന്നിനെ ഇന്ത്യ എങ്ങനെ നേരിടും എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മത്സരത്തിൻ്റെ ടിക്കറ്റുകൾ എല്ലാം നേരത്തെ തന്നെ വിറ്റുപോയി എന്നതാണ്. 35,000 കാണികളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് പ്രേമദാസ സ്റ്റേഡിയം. അതേപോലെ ശ്രീലങ്കയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകളുടെ റേറ്റും കുത്തനെ കയറിയിരിക്കുകയാണ്. 5 ഇരട്ടിയിൽ അധികമാണ് വർധന. ശ്രീലങ്കയിലെ ഹോട്ടലുകൾക്കും ഇത് കൊയ്ത്തുകാലമാണ്. കൊളംബോയിലെ സ്റ്റാർ ഹോട്ടലുകളിൽ ഒരു ദിവസത്തേക്ക് $250 മുതൽ $300 വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ $1,500 അടുത്ത് നിൽക്കുകയാണ്. ഈ ഒരൊറ്റ മത്സരം കൊണ്ട് ശ്രീലങ്കൻ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നതും കോടികളാണ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയൊരു മത്സരം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത്.